അട്ടപ്പാടി പാക്കേജ് പ്രഖ്യാപിച്ച ശേഷവും ശിശുമരണം തുടരുന്ന സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് മന്ത്രിതല ഉപസമിതി അട്ടപ്പാടിയിലെത്തിയത്. ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എം.കെ. മുനീർ, പട്ടികവർഗ വകുപ്പ് മന്ത്രി പി.കെ. ജയലക്ഷ്മി എന്നിവരാണ് അട്ടപ്പാടിയിലെത്തിയത്. ഉദ്യോഗസ്ഥരുമായും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുമായും സംഘം ചർച്ച നടത്തി. അടിയന്തര സഹായമായി ആരോഗ്യവകുപ്പിന് 2 കോടി രൂപ കൂടി അനുവദിക്കാൻ ചർച്ചയിൽ തീരുമാനമായി. പാലക്കാട് ഡെപ്യൂട്ടി DMO ഡോക്ടർ പ്രഭുദാസിന് അട്ടപ്പാടിയുടെ പ്രത്യേക ചുമതല നൽകും. സൗജന്യ റേഷൻ, മരിച്ച കുട്ടികളുടെ കുടുംബത്തിനുള്ള ധനസഹായം എന്നിവ സംബന്ധിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യും. അട്ടപ്പാടിയിലെ വിവിധ പദ്ധതികളുടെ ഏകോപനത്തിനായി ഒരു IAS ഉദ്യോഗസ്ഥനെയും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ഏകോപന സമിതിയെയും നിയമിക്കുന്നതും മന്ത്രിസഭ പരിഗണിക്കും. അതിനിടെ പോഷകാഹാരക്കുറവ് മൂലം അട്ടപ്പാടി അണക്കാടൂരിലെ ജടയൻ വളർമതി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള കുഞ്ഞ് ഇന്ന് മരിച്ചു. തലച്ചോറിന് വളർച്ചയില്ലാത്ത കുട്ടിക്ക് 1 കിലോ 20 ഗ്രാം തൂക്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശിശുമരണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. CPI നേതാവ് ഈശ്വരി രേശൻ ഇന്നലെ തന്നെ സമരം ആരംഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് MP രാജേഷ് അറിയിച്ചു. മീഡിയ 1 പാലക്കാട്.